പൊന്നുരുളിയിലേക്ക് സ്വാഗതം. ഓണസദ്യയ്ക്ക് വിളമ്പാൻ പറ്റിയ കുമ്പളങ്ങ കിച്ചടിയാണ് ഇന്ന് കാണിക്കുന്നത്. കുമ്പളങ്ങ കൊണ്ടും വെള്ളരിക്ക കൊണ്ടും ഇതേ രീതിയിൽ തന്നെയാണ് കിച്ചടി തയ്യാറാക്കുന്നത്. മുൻപ് ഞാൻ പല കിച്ചടി പച്ചടി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്കൂ. കുമ്പളങ്ങ ഇതേപോലെ നന്നായി വൃത്തിയാക്കുക. കുരുവെല്ലാം കളഞ്ഞ് പുറം തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ. മുറിച്ച കഷ്ണങ്ങളാക്കുമ്പോൾ തീരെ കട്ടി കുറഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇത് പെട്ടെന്ന് വെന്തുടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കിച്ചടി വളരെ മൈൽഡായ അധികം എരിവില്ലാത്ത ഒരു കറിയാണ്. വളരെ കുറച്ച് മാത്രം 2-3 പച്ചമുളക് നടുവേ ഒന്ന് കീറിയത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി പാത്രത്തിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും പച്ചമുളകും ഇട്ട് കഷ്ടിച്ച് അടുക്കി പിടിക്കാതിരിക്കാൻ മാത്രം പാകത്തിന് വെള്ളവും ഒഴിച്ച് പാകത്തിന് ഉപ്പും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. കിച്ചടിയും പച്ചടിയും ഏതാണ്ട് ഒരുപോലെ ഇരിക്കുമെങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. മധുരമുള്ള കൂട്ടാനാണ് പച്ചടി. അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്ന മധുരമില്ലാത്ത കൂട്ടാനാണ് കിച്ചടി. കുമ്പളങ്ങ, വെള്ളരിക്ക, ക്യാരറ്റ്, ബീട്രൂട്ട്, വെണ്ടയ്ക്ക, പാവയ്ക്ക എന്നിവയൊക്കെ കൊണ്ടുണ്ടാക്കുന്നത് കിച്ചടിയാണ്. പൈനാപ്പിൾ, മത്തങ്ങ, ഏത്തപ്പഴം ഇതൊക്കെ കൊണ്ടുണ്ടാക്കുന്നത് പച്ചടി. പച്ചടികളെല്ലാം ഒരേ രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കിച്ചടി ഉണ്ടാക്കുന്നത് പല രീതിയിലാണ്. ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ വഴറ്റിയാണ് കിച്ചടി ഉണ്ടാക്കുന്നത്. പക്ഷേ വെള്ളരിക്കയും കുമ്പളങ്ങയും വേവിച്ചും പാവയ്ക്കയും വെണ്ടയ്ക്കയും വറുത്തുമാണ് കിച്ചടി ഉണ്ടാക്കുന്നത്. കുമ്പളങ്ങ വേവുന്ന സമയം കൊണ്ട് കുറച്ച് അരപ്പ് തയ്യാറാക്കാം. ഒരു പിടി തേങ്ങ തിരുമ്മിയതും കുറച്ച് ജീരകവും മിക്സിയിൽ ഒരല്പം വെള്ളം മാത്രം ചേർത്ത് നല്ല മഷി പോലെ വെണ്ണ പോലെ അരച്ചെടുക്കുക. ഇടയ്ക്ക് കൽച്ചട്ടിയുടെ അടപ്പൊന്ന് തുറന്ന് നല്ലപോലെ ഒന്ന് ഇളക്കുക. പാകത്തിന് വെന്തോ ഉപ്പൊക്കെ പരുവമാണോ എന്ന് നോക്കുക. കുമ്പളങ്ങ ട്രാൻസ്ലൂസൻ്റായി ഒരു ജെല്ല് പോലെ കാണപ്പെടുമ്പോൾ അത് വെന്തു എന്ന് മനസ്സിലാക്കാം. വെള്ളവും പാകമാണ്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് നന്നായി എല്ലാം കൂടി കൂട്ടി ഇളക്കി ഒരു 1-2 മിനിറ്റ് മാത്രം വേവിക്കാം. അതിനുശേഷം ഒരുപാട് പുളിയില്ലാത്ത തൈര് അതിൻ്റെ കട്ടകളൊക്കെ നന്നായി ഉടച്ച് ചേർക്കാം. ഏകദേശം 1/2 കപ്പ് തൈര് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. തൈര് കൂടി ചേർത്ത് നല്ല പോലെ തുടർച്ചയായി ഇളക്കുക. സാധാരണ ഞാൻ പല കൂട്ടാനുകൾക്കും പറയുന്നത് പോലെ തന്നെ തൈര് ചേർത്ത ശേഷം തീ കുറച്ചു വെക്കുകയും തിളപ്പിക്കാതിരിക്കുകയും ചെയ്യുക. വെറുതെ ഒന്ന് ചൂടായാൽ മാത്രം മതി. നന്നായി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുപ്പിൽ നിന്ന് കൂട്ടാൻ വാങ്ങാം. കൂട്ടാൻ വാങ്ങിയാലും കൽച്ചട്ടിയിലായതുകൊണ്ട് ഞാൻ കുറച്ച് സമയം കൂടി അത് ഇളക്കുന്നുണ്ട്. ഇനി കടുക് വറുത്ത് ചേർക്കുകയേ വേണ്ടൂ. വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും നന്നായി വറുത്ത് ഇതിലേക്ക് ചേർക്കുക. രുചികരവും ആരോഗ്യപ്രദവുമായ കുമ്പളങ്ങ കിച്ചടി തയ്യാർ. വെള്ളരിക്ക കിച്ചടിയും ഇതേപോലെ തന്നെയാണ് കാഴ്ചയിലും രുചിയിലും എല്ലാം. അപ്പോൾ ഇതേ റെസിപ്പി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വെള്ളരിക്ക കൊണ്ടും കിച്ചടി ഉണ്ടാക്കാം. എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ സദ്യ വിഭവങ്ങളും കേരള സദ്യ ഡിഷസ് എന്ന പ്ലേലിസ്റ്റിലുണ്ട്. കണ്ടു നോക്കൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. ബൈ ബൈ.